ഹൈക്കോടതി ഉത്തരവ് നിലനിൽക്കെ സിറ്റിംഗ് നടത്തിയതിനെ ചൊല്ലി സർക്കാരും വഖഫ് ബോർഡും തമ്മിൽ പോര്. ഹൈക്കോടതി ഉത്തരവുണ്ടായിരിക്കെ വഖഫ് ബോർഡ് സിറ്റിംഗ് നടത്തിയത് ശരിയായില്ലെന്ന വിമർശനവുമായി മന്ത്രി എൻ ഷംസുദ്ദീൻ രംഗത്ത് വന്നു. എന്നാൽ സിറ്റിംഗ് നടത്തുന്നതിനെ കോടതി തടഞ്ഞിട്ടില്ലെന്നും മുനമ്പം ഭൂമി ഉമീദ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തതിന് പിന്നാലെയാണ് സർക്കാർ വഖഫ് ബോർഡിനെ തകർക്കാൻ ശ്രമിക്കുന്നതെന്നും ചെയർമാൻ. സംസ്ഥാന വഖഫ് ബോർഡിന്റെ പ്രവർത്തനം നിയന്ത്രിച്ച് ഹൈക്കോടതി ഉത്തരവ് നിലനിൽക്കെ ബോർഡ് ഇന്ന് കോഴിക്കോട് സിറ്റിംഗ് നടത്തിയതാണ് ചർച്ചയായത്. കോഴിക്കോട് വഖഫ് ബോർഡ് റീജിയണൽ ഓഫീസിൽ നടന്ന സിറ്റിംഗിൽ ചെയർമാൻ KS ഹംസ, അംഗം ഉമർ ഫൈസി തുടങ്ങിയ അംഗങ്ങളെല്ലാം പങ്കെടുത്തു. ചില വഖഫ് കേസുകൾ ബോർഡ് പരിഗണിക്കുകയും ചെയ്തു. ഇതിനെതിരെയാണ് വഖഫിന്റെ ചുമതല കൂടിയുള്ള മന്ത്രി എൻ ഷംസുദ്ദീൻ രംഗത്ത് വന്നത്. സുപ്രീം കോടതിയിൽ എന്തിനാ പോയത്? ഹൈക്കോടതിയുടെ വിധി ദുർബലപ്പെടുത്താനാണ്. ഹൈക്കോടതി വിധി ദുർബലപ്പെട്ടിട്ടില്ല. നിലവിലുണ്ടായിരുന്ന ബോർഡിന് എന്തെങ്കിലും അധികാരം തിരിച്ചു കൊടുത്തോ? ഒന്നും തിരിച്ചു കൊടുത്തിട്ടില്ല. കേസ് ഇനിയും ഹൈക്കോടതിയിൽ തുടരും. അതേസമയം വഖഫ് ബോർഡ് നയപരമായ തീരുമാനങ്ങൾ എടുക്കരുതെന്നും മൂലധന ചെലവുകൾ ഉണ്ടാക്കരുതെന്നും മാത്രമാണ് ഹൈക്കോടതി ഉത്തരവെന്നും കേസുകൾ പരിഗണിക്കുന്നത് സാധാരണ നടപടിക്രമങ്ങൾ മാത്രമാണെന്നുമാണ് വഖഫ് ബോർഡിന്റെ വിശദീകരണം. സംസ്ഥാന സർക്കാർ വഖഫ് ബോർഡിനെ തകർക്കാൻ ശ്രമിക്കുകയാണെന്നും ഇതിനു പിന്നിൽ ഗൂഢമായ ലക്ഷ്യങ്ങളുണ്ടെന്നും വഖഫ് ബോർഡ് ചെയർമാൻ KS ഹംസ ആരോപിച്ചു. മുനമ്പം വിഷയം തുടങ്ങിയതിനു ശേഷമുള്ള വിഷയം ഉണ്ടായത്. മുനമ്പത്തിന്റെ കാര്യത്തിൽ നമ്മൾ സർക്കാരിനോട് പറഞ്ഞിരുന്നു, അതൊരു സ്റ്റാറ്റ്യൂട്ടറി ബാധ്യതയാണ് ഞങ്ങൾ നിർവഹിച്ചിട്ടുള്ളത്. അത് വഖഫ് സ്വത്താണെന്നുള്ളത് ആധാരത്തിൽ 2-3 സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. കോടതികളും അത് അംഗീകരിച്ചിട്ടുള്ളതാണ്. പിന്നെ അത് ഉമീദ് പോർട്ടലിൽ കയറ്റാതിരിക്കാൻ കഴിയില്ലോ. അത് അപ്ലോഡ് ചെയ്തത് നിയമപരമായ ബാധ്യത നിർവഹിച്ചതാണ്. അതാണ് വിദ്വേഷമാണെങ്കിൽ, അല്ലാത്ത വേറൊരു വിദ്വേഷം കാണുന്നില്ലല്ലോ. 80ഓളം കേസുകളാണ് ഇന്ന് വഖഫ് ബോർഡിന്റെ മുന്നിലെത്തിയത്. ബോർഡിലെ സർക്കാർ പ്രതിനിധിയായ റവന്യൂ ജോയിന്റ് സെക്രട്ടറി മദീന ബീഗം ഇന്നത്തെ യോഗത്തിൽ പങ്കെടുത്തില്ല. കേസ് നാളെ വീണ്ടും പരിഗണിക്കാനിരിക്കെ വഖഫ് ബോർഡ് സർക്കാർ പോരിൽ ഹൈക്കോടതി വിധി നിർണായകമാകും. കോഴിക്കോട് നിന്നും മുഹമ്മദ് ഷഹീദ്, മാതൃഭൂമി ന്യൂസ്.